ഇനി നമുക്ക് കുറച്ച് ഇസ്താൻബുളിൻ്റെ കാഴ്ചകൾ കണ്ടല്ലോ. ടർക്കിയിലെ ഏറ്റവും വലിയ നഗരമായിട്ടുള്ള ഇസ്താൻബുളിൻ്റെ കുറച്ച് കാഴ്ചകളാണ് കാണിക്കാൻ പോകുന്നത്. കുറേ ഒന്നുമില്ല കേട്ടോ, കാരണം എൻ്റെ രണ്ടാമത്തെ തവണയാണ് ഞാൻ ഇസ്താൻബുളിലേക്ക് പോകുന്നത് 6 വർഷം മുമ്പ്. ഇപ്പം വീണ്ടും ഞാൻ അസർബൈജാൻ ജോർജിയ ട്രിപ്പിന് ശേഷം ഇസ്താൻബുളിലേക്ക് വീണ്ടും പോകണം. അപ്പോൾ കുറച്ച് കാഴ്ചകൾ കുറഞ്ഞ ദിവസം കൊണ്ട് കുറഞ്ഞ നേരം മാത്രമേ ഉള്ളൂ. ഞാനിപ്പോൾ ഉള്ള ജോർജിയ ടിബ്ലിസി എയർപോർട്ടിലാണ്. ഇവിടുന്ന് 2.5 മണിക്കൂറുണ്ട് ഫ്ലൈറ്റ്. താങ്ക് യു. വിചാരിച്ച പോലെ തന്നെ വിൻഡോ സീറ്റ് നമുക്ക് പുറത്തെ കാഴ്ചകൾ കാണാം. രണ്ടര മണിക്കൂറിന് ശേഷം ടിബ്ലിസി എയർപോർട്ടിൽ നിന്നും നേരെ ഇസ്താൻബുളിൽ, ടർക്കിയുടെ ഏറ്റവും വലിയ സിറ്റി ഇസ്താൻബുളിൽ എത്തിയിരിക്കുകയാണ്. വിൻഡോ സീറ്റിലായതുകൊണ്ട് നല്ല കിടിലൻ കാഴ്ചകളായിരുന്നു ടർക്കി ലാൻഡ് ചെയ്യുന്ന സമയത്ത്. ഇപ്പം ഞാനതേ പുറത്തേക്ക് ഇറങ്ങുന്നു. പുറത്തേക്ക് ഇറങ്ങിയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. അപ്പോൾ ചെക്ക് ഇൻ പരിപാടി എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി സിം കാർഡും എടുത്തു. തുർക്ക് ടെലികോമിൻ്റെയാണ് എടുത്തത്. ഭയങ്കര എക്സ്പെൻസീവ് കേട്ടോ എയർപോർട്ടിൽ നിന്ന് സിം കാർഡ്. 25 GB കുറഞ്ഞത് കിട്ടാനുമില്ല. അപ്പോൾ ആകെയുള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കിട്ടിയത് എടുക്കാമെന്നുള്ളതാണ്. സിറ്റി സെൻറ്ററിലൊരു ഹോസ്റ്റലാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ഞാൻ സോളോ ആണല്ലോ ഇത്തവണ ട്രാവൽ, അപ്പം ഹോസ്റ്റൽ എടുക്കാമെന്ന് കരുതി. എയർപോർട്ടിൽ നിന്നും 1 മണിക്കൂർ എടുത്ത് ബസ് എന്നെ സിറ്റി സെൻറ്ററിൽ ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്ന ഹോസ്റ്റലിൻ്റെ അടുത്ത് എത്തിക്കാൻ. അപ്പം അതിൻ്റെ ചാർജ് എന്ന് പറഞ്ഞാൽ 120 ടർക്കിഷ് ലിറയാണ്, അതായത് 300 രൂപയോളം, ഇന്ത്യൻ റുപ്പീസോളം വരും. അപ്പോൾ ഞാൻ നേരെ പോയിട്ട് എൻ്റെ ബാറ്ററി തീരാനായിട്ടുണ്ട് മൊബൈലിൻ്റെ. പെട്ടെന്ന് ചെക്ക് ഇൻ ചെയ്യണം. ഇസ്താൻബുൾ നഗരത്തിൻ്റെ ഹൃദയഭാഗം ടക്സിം സ്ക്വയറിലാണുള്ളത് കേട്ടോ. ടക്സിം ഇസ്തിക്ലാൽ അവന്യൂ എന്ന് പറയുന്ന ആ ഒരു അവന്യൂ ആണ്. ഒരു ഷോപ്പിംഗ് സ്ട്രീറ്റാണ് ആക്ച്വലി. നമുക്ക് കാണാൻ പറ്റും. ഞാൻ രാത്രി വളരെ ലേറ്റ് ആയിട്ടുണ്ട്. ഓൾറെഡി 11 മണി ആയിട്ടുണ്ട് ഇവിടെ എത്തുമ്പോൾ. വളരെ ടയർഡാണ്. പക്ഷേ തിരക്ക് കണ്ടില്ല, ഇപ്പോഴും ജനത്തിരക്കാണ്. എല്ലാ കടകളും ഓപ്പണാണ്. ഇവർ ഈ ഒരു സമയത്താണ് എല്ലാം ആക്റ്റീവ് ആവുന്നത്. ഗുഡ് മോർണിംഗ് ഫ്രം ഇസ്താൻബുൾ. അപ്പോൾ ഞാൻ ഹോസ്റ്റൽ ചെക്കൗട്ട് ചെയ്ത് നേരെ പുറത്തെ കാഴ്ചകളിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇന്നൊരൊറ്റ ദിവസമുള്ളൂ സമയം. ഇന്ന് രാത്രിയാണ് എൻ്റെ ഫ്ലൈറ്റ് തിരിച്ച്. അതിന് മുന്നേ മാക്സിമം കാഴ്ചകളിലേക്ക് പോകാനാണ് പ്ലാൻ. നല്ല അടിപൊളി വെതറാണ്. അടിപൊളി മീൻസ് നല്ല ചൂടാണ്. അതുകൊണ്ട് തന്നെ ഡേ ലൈറ്റ് കൂടുതൽ കിട്ടും. മാക്സിമം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഞാനിപ്പം എൻ്റെ പിന്നിലുള്ളത് ഗലാറ്റ ടവർ. ഞാൻ അതിൻ്റെ മുകളിലേക്ക് കയറാട്ടോ. അതിൻ്റെ മുകളിൽ നമുക്ക് ഇസ്താൻബുളിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാൻ പറ്റും. ഞാൻ താമസിച്ച ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തൊട്ടടുത്താണ്. വളരെ ഏതാനും മിനിറ്റ് മാത്രം നടക്കാനുള്ളൂ. ഇതൊരു 700 വർഷം മുൻപുള്ള നിർമ്മിതി. നമുക്കിതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ മുകളിൽ നിന്നും പറയാം. ടിക്കറ്റ് എടുത്തു 1400 ലിറ, ഏകദേശം 330 യൂറോ. നമുക്ക് ടിക്കറ്റ് കൂടെ ഒരു ഇയർഫോൺ ഫ്രീ എന്നൊക്കെ. ഇനി ഇത് മുകളിലേക്ക് കയറണം. മുകളിലേക്ക് കയറാൻ സ്റ്റെപ്പാണ്. 6 ഫ്ലോർ വരെ ലിഫ്റ്റ് ഉണ്ടായിരുന്നു. 700 വർഷം മുമ്പ് പണിതിട്ടുള്ളതാണ് ഈ കാണുന്ന ഗലാറ്റ ടവർ എന്ന് പറയുന്നത്. അന്ന് ഇതൊരു വാച്ച് ടവറായിട്ട് പണിതായിരുന്നു. പിന്നീട് കുറേ വർഷക്കാലം ഒരു പ്രിസണായിട്ട് മാറി. ഇപ്പോൾ വീണ്ടും വാച്ച് ടവറാണ് ഇത്. നമുക്ക് ഈ സിറ്റി നമ്മൾ പുറമേ നിന്ന് നോക്കി കാണുന്ന സമയത്ത് അത്ര വലിപ്പമില്ലെന്ന് തോന്നും. പക്ഷേ ഇതിനെ മുകളിൽ നിന്ന് നോക്കുമ്പോഴാണ് മനസ്സിലാവും ഈ സിറ്റിയെ മനോഹരമായിട്ട് കാണാൻ പറ്റും. എന്ന് മാത്രമല്ല ബോസ്ഫറസ് കടലും അതിലൂടെ വരുന്ന കപ്പലും എല്ലാം നമുക്കിവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും. നിങ്ങൾ ഇസ്താൻബുൾ നഗരത്തിൽ എന്തൊക്കെ കാഴ്ചകളാണോ കാണാൻ ആഗ്രഹിക്കുന്നത് അതെല്ലാം തന്നെ നമുക്ക് ഈ ഗലാറ്റ ടവറിൻ്റെ മുകളിൽ നിന്ന് കാണാൻ പറ്റും. അപ്പം നമുക്ക് ആദ്യം ഇവിടെ വന്നാൽ കാണേണ്ട കാഴ്ചകളെ ഇവിടുന്ന് സ്പോട്ട് ചെയ്തിട്ട് പിന്നെ പതുക്കെ ഓരോ കാഴ്ചകളിലേക്ക് എത്തിപ്പെടാം. ഇടുങ്ങിയ വഴിയാട്ടോ. അപ്പോൾ കുറേ ആളുണ്ടെന്നുണ്ടെങ്കിൽ ഇവർ ക്രൗഡിനെ കൺട്രോൾ ചെയ്യും. അപ്പം ഒരു പക്ഷേ രാവിലെ വരുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. രാവിലെ വന്നു കഴിഞ്ഞാൽ നമുക്ക് തിരക്കില്ലാതെ ഇതുപോലെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഉണ്ടാവും, എനിക്ക് നടക്കാൻ പോലും കഴിയുന്നില്ല. അങ്ങനെ ഇടുങ്ങി നടക്കേണ്ടി വരും. ആളുകളുടെ തിരക്കും ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഈ ടവർ ദൂരെ നിന്ന് കാണുന്ന കേട്ടോ, അടുത്ത് നിന്ന് കാണാനൊക്കെ ഭംഗി. ഇത് പണിത കാലത്ത് ഇതായിരുന്നു ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു ബിൽഡിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഇപ്പം ഒരുപാട് വലിയ ബിൽഡിങ് കാര്യങ്ങളൊക്കെ വന്നു. പക്ഷേ എന്നാലും ഇപ്പം നമുക്ക് അതിൻ്റെ മുകളിൽ നിന്ന് നോക്കുന്ന സമയത്ത് സിറ്റിയെ നല്ല രീതിയിൽ എക്സ്പ്ലോർ കാണാൻ പറ്റുന്ന രീതിയിലാണ് ഇത് പണിതിട്ടുള്ളത്.
പിന്നെ ഈ സ്ട്രീറ്റ് എന്ന് പറയുന്നത് കോപ്പിൾ സ്റ്റോണും മറ്റൊക്കെ വെച്ചിട്ടുള്ള സ്ട്രീറ്റ്, രണ്ട് സൈഡിലും ഒരുപാട് കടകളാണ്. സുനീർ ഷോപ്പും ഈ റെസ്റ്റോറൻറ്റ്, കഫേ കാര്യങ്ങളെല്ലാം തന്നെ. ഈ രാവിലെ വന്നത് കാരണം വലിയ തിരക്കില്ലാതെ എനിക്ക് കാണാനും പറ്റി, ഈ സ്ട്രീറ്റിൽ നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റി. നടക്കാൻ മടിയുള്ളവരാരും തന്നെ ഇസ്താൻബുൾ സിറ്റിയിലേക്ക് വരണ്ട കേട്ടോ. കണ്ടില്ലേ, ഇറക്കവും കയറ്റവും. അതും സ്മൂത്തായിട്ടുള്ള പാതയൊന്നുമല്ല, ഇതുപോലെ കോബിൾ സ്റ്റോൺ പാതയാണ്. നല്ലപോലെ ഹൈഡ്രേറ്റ് ചെയ്ത് അത്യാവശ്യം നമ്മൾ വൈറ്റമിൻ സിയും വേണ്ട കാര്യങ്ങളൊക്കെ ശരീരത്തിൽ ആക്കിയ ശേഷം ഇസ്താൻബുളിലേക്ക് ഇറങ്ങിയാൽ നമുക്കിവിടെ സർവൈവ് ചെയ്യാം. അപ്പോൾ ഗലാത്ത ടവറിൻ്റെ കാഴ്ചകൾ കണ്ടു. ഇനി ഞാൻ നേരെ പോകുന്നത് ഗലാത്ത ബ്രിഡ്ജിൻ്റെ കാഴ്ചകളിലേക്കാണ്. കഴിഞ്ഞ 6 കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ കണ്ട മാറ്റം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കറൻസിയിലുള്ള വലിയ വ്യത്യാസമാണ്. അന്ന് ഞാൻ വരുന്ന സമയത്ത് ഒരു പൗണ്ടെന്ന് പറഞ്ഞാൽ ഏകദേശം 6 ലിറയൊക്കെ ആയിരുന്നു. എന്നാൽ ഇന്ന് 40 ലിറയായി. വലിയ വ്യത്യാസമുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രൈസ് ഹൈക്ക് ഒരുപാട് ഐറ്റംസിന് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഭക്ഷണത്തിനൊക്കെ ഒറ്റയടിക്കൊക്കെ 200, 500 എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ഗലാത്ത ബ്രിഡ്ജിലെത്തിയിരിക്കുകയാണ്. നിങ്ങൾക്കറിയായിരിക്കും, ടർക്കിയിലെ ഏറ്റവും വലിയ നഗരമാണ് ഇസ്താൻബുൾ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ 5ാമത്തെ നഗരം പോപ്പുലേഷൻ്റെ കണക്കിൽ അത് ഇസ്താൻബുളാണ്. ഇസ്താൻബുൾ എന്ന നഗരത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അതിൻ്റെ ഒരു നമ്മൾ ജിയോഗ്രഫിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഈ യൂറോപ്പിലും ഏഷ്യയിലുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ആ ഒരു ഡിവിഷൻ എന്ന് പറയുന്നത് ബോസ്ഫറസ് കടലിടുക്ക് നാച്ചുറലി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡിവിഷനാണ്. ഈ ഒരു ബ്രിഡ്ജ് എന്ന് പറയുന്നത് 19ാം നൂറ്റാണ്ടിൽ പണിതിട്ടുള്ള ബ്രിഡ്ജാണ്. അന്നത്തെ കാലത്ത് ഇതൊരു വുഡൻ ബ്രിഡ്ജ് ആയിരുന്നു. ഞാൻ ബ്രിഡ്ജിൻ്റെ താഴെത്തട്ടിലൂടെ നടന്ന് ഇങ്ങനെ ഒരു സൈഡിലെത്തിയിരിക്കുകയാണ്. ആ കരയുടെ ബ്രിഡ്ജിൻ്റെ മറ്റേ ഭാഗത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളൊക്കെ കാണാം. ഇവരുടെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ഫിഷാണ്. ഫിഷ് ബ്രെഡിനകത്തിട്ട് കൊടുക്കുന്ന ഐറ്റം. നമുക്കൊന്ന് നോക്കാം അതെങ്ങനെയുണ്ടെന്ന്. ഹലോ, നമ്മുടെ മസ്കറിലാണിത്. അതിങ്ങനെ ഗ്രില്ല് ചെയ്ത് വലിയ മാരിനേഷൻ ഒന്നും ഇല്ലാതെ അത് നമുക്ക് അവിടെ ഇങ്ങനെ സെർവ് ചെയ്യും. അതാണിവിടെ. കുറച്ച് സാലഡ് ഇട്ട് ബ്രെഡിൽ വെച്ച് നൈസ്. താങ്ക് യു. ഇതിൻ്റെ പേര് ബലിക് എക്മക്ക് കേട്ടോ. ഉപ്പ് വേണ്ടവർക്ക് ഉപ്പ് ലേശടാം. എന്നിട്ട് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ആണെന്ന് ആലോചിക്കണം കേട്ടോ. അത് ഫിഷ് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഇവിടെ വന്ന് ഇവിടുത്തെ ഫുഡ് കഴിച്ച് നോക്കാൻ നോക്കട്ടെ. സ്മോക്ക്ഡ് അയല സ്മോക്ക് ചെയ്ത് ഉപ്പും വളരെ കുറച്ച് മാരിനേഷനും വിത്ത് ഈ സാലഡും ആൻഡ് ബ്രെഡും ചേർത്തിട്ട് സംഭവം. ഞാനത് കഴിക്കാറുണ്ട്, യുകെയിൽ നിന്ന് കഴിക്കാറുണ്ട്. ഇതേ അയല നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ കിട്ടും സ്മോക്ക്ഡ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഗ്രില്ല് ചെയ്തെടുത്തിട്ട് ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാറുണ്ട്. അപ്പം എനിക്ക് ആ സിമിലർ ടേസ്റ്റ് തന്നെ ഉണ്ടാകും. അങ്ങനെ ഞാൻ ബലിക് എക്മക്ക് കഴിച്ചു. കുറച്ച് മുന്നോട്ട് കടന്നു. താഴെ അണ്ടർഗ്രൗണ്ട് പാസേജ് വഴി മുന്നോട്ട് വന്നപ്പം ഈ കാണുന്നതാണ് എന്താ പറയുക, ഇസ്താൻബുളിൻ്റെ ന്യൂ മോസ്ക്. എൻ്റെ പിന്നിൽ കാണുന്നത് സ്പൈസ് ബസാർ എന്ന് പറയും. ന്യൂ മോസ്ക് എന്ന് പറയുമ്പോഴും ഇതിൻ്റെ പ്രായം എന്ന് പറയുന്നത് 600 വർഷമാണ് കേട്ടോ. 1665 ഇതിൻ്റെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആകുന്നത്. ഞാൻ കഴിഞ്ഞ തവണ വന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ അകത്ത് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു റെനോവേഷനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അകത്ത് കയറാൻ പറ്റിയില്ല. ഇതെവിടെ നിലനിൽക്കുന്നത് പറഞ്ഞാൽ നമ്മളെ ഗലാത്ത ബ്രിഡ്ജിൻ്റെ ഒരു അറ്റത്ത് വന്നു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ നേരത്തെ കഴിച്ച ബലിക് എക്മക്ക് കഴിച്ച അത് അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് നടന്നാൽ നമുക്ക് ഇത് കാണാൻ പറ്റും. ഇത് മാത്രമല്ല, ഗലാത്ത ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്നും ഈ പറഞ്ഞ ഗലാത്ത ടവറിൻ്റെ മുകളിൽ നിന്നും എല്ലാം തന്നെ ഇത് മനോഹരമായിട്ട് കാണാൻ പറ്റും. 1664 ആ പള്ളിയുടെ പരിസരത്ത് പണിതിട്ടുള്ള മാർക്കറ്റാണ് സ്പൈസ് ബസാർ. അന്ന് കാണുന്ന പോലെ ഇല്ലെന്ന് ഒരുപാട് മാറ്റങ്ങൾ വന്നു. പക്ഷേ ഇത്രയും വർഷം പഴക്കമുള്ള കളർഫുൾ ആയിട്ടുള്ള ബസാർ. ഇന്ന് ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള ഒരുപാട് സംഭവങ്ങളും ടൂറിസ്റ്റുകളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള കടകളും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ
ഇതിൻ്റെ അകത്ത് ഒരുപാട് ഐറ്റംസ്, ഗോൾഡും സുവനീർ ഐറ്റംസും ഇവിടുത്തെ സ്വീറ്റ്സും ആൻഡ് ചായ, കോഫി, പൗഡേഴ്സ്, കാര്യങ്ങൾ, ഒലീവ്സ്. ഓരോ കടകളും രസമാണ് കാണാൻ. ആൻഡ് ഇതിൻ്റെ ഒരു ആർക്കിടെക്ചർ ശൈലിയും ഇവരുടെ ബോർഡുകളും കാര്യങ്ങളെല്ലാം തന്നെ നല്ല രസമുള്ളതാണ്. Hello. Where are you from? India. I know India. Where? Where you know? You're my cousin Salman Khan. Shah Rukh Khan, my friend. Shah Rukh Khan is my friend as well. Me too, my friend. I'm from Kerala. Oh, You know nice Kerala? to meet you. I know. I am from Syria, Damascus. Damascus. Come, I give you Turkish delight. I'm not gonna buy anything. My bag is full. Okay, no problem, brother. You can taste. No buy. Happy face, just Syria people. I know. Syrian people are very friendly. Blueberry and almond. We have, if you want, tea, spices, Turkish delight, and saffron for biryani. Nice. Thank you. Anyway, nice. നമ്മളിതിൻ്റെ ഡ്രസ്സിൻ്റെ മറ്റുള്ള ഐറ്റംസിൻ്റെയൊക്കെ സെക്ഷനിലെത്തിയിട്ടുണ്ട്. ഇവിടെ ഒരുപാട് ഡ്രസ്സും സൺഗ്ലാസസും ടീഷർട്ടും കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. അപ്പോൾ ഇനി ഞാൻ പോകുന്നത് ഇസ്താൻബുളിലെ ഏറ്റവും വിശ്വവിഖ്യാതമായ നൊട്ടോറിയസ് ആയിട്ടുള്ളൊരു ലാൻഡ് മാർക്കിലേക്കാണ്. ആഗ്യ സോഫിയ അല്ലെങ്കിൽ അയാ സോഫിയ നടക്കുന്നത്. ഞാൻ നടന്നു പോകാമെന്ന് കരുതി. ടാക്സിയും ട്രെയിനും ഒക്കെ ഏറെക്കുറെ സെയിം ടൈമാണ് എടുക്കുന്നത്. ഇൻഫാക്റ്റ് അതിൽ കൂടുതൽ എടുക്കും. ഇതാണ് പോകുന്ന വഴി. ഞാൻ അവിടെ നിന്ന് നേരെ നടക്കുകയാണ്. ഇവിടെ വഴിയരികിൽ ഇങ്ങനെ ഒരുപാട് ആളുകൾ ഇതുപോലുള്ള സംഭവങ്ങൾ ചുട്ടു കൊടുക്കുന്ന കാണാൻ പറ്റും. കോൺ പുഴുങ്ങി ചുട്ട് കൊടുക്കുന്ന ആൻഡ് ഓൾസോ ചെസ്നട്ട്. കോൺ ഇങ്ങനെ ഇവിടെ നിന്ന് പുഴുങ്ങിയത് എടുത്തിട്ട് ചുട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് കൊടുക്കും. ആൻഡ് സലാം, യുവർ നെയിം? മുഹമ്മദ്. യു ഫ്രം Istanbul or Turkey, somewhere else? Birth in Istanbul. Okay, because some people from Adana, from Trabzon. Yeah. Oh, Trabzon is beautiful. I want to go there one day. Inshallah. ഇസ്താൻബുളിലെ തന്നെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളൊരു ലാൻഡ് മാർക്കാണ് എൻ്റെ പിന്നിൽ കാണുന്ന ആഗ്യ സോഫിയ അല്ലെങ്കിൽ അയാ സോഫിയ എന്ന് പറയുന്ന ഈ ലാൻഡ് മാർക്ക്. 1500 വർഷം മുമ്പ് ഇതൊരു ക്രിസ്ത്യൻ പള്ളിയായിരുന്നു. പിന്നീട് അത് ഓട്ടോമൻ കാലഘട്ടത്തിൽ അവരിവിടെ പിടിച്ചടക്കിയ കാലഘട്ടത്തിൽ മുസ്ലിം പള്ളിയായിട്ട് മാറി. അത് കഴിഞ്ഞ് 1935 അത്താതുർക്ക് എന്ന് പറയുന്ന ടർക്കിയുടെ ഫൗണ്ടറായിട്ടുള്ള ഒരു പ്രസിഡൻറ്റ് പുള്ളി ഇതൊരു മ്യൂസിയമാക്കി മാറ്റിയിരുന്നു. അതിൻ്റെ അകത്ത് അന്ന് ആ മ്യൂസിയമാക്കി മാറ്റിയിരുന്ന കാലഘട്ടത്തിൽ ഈ പഴയ ക്രിസ്ത്യൻ പള്ളിയുടെ എല്ലാ അടയാളങ്ങളും നിലനിർത്തിക്കൊണ്ട് തന്നെ പിന്നീട് 2018 അതൊരു മുസ്ലിം പള്ളിയായി മാറ്റി. അതോടുകൂടിയിട്ട് ഈ ഒരു ഭാഗം ഭയങ്കര നൊട്ടോറിയസ്, ആളുകൾക്കിടയിൽ ചർച്ചാ വിഷയമായി മാറുകയും ചെയ്തു. ഇന്നിപ്പോൾ ഇതൊരു മുസ്ലിം പള്ളിയാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾക്ക് നിസ്കരിക്കണം എന്നുണ്ടെങ്കിൽ നിസ്കാര സമയത്ത് ഇതിലൂടെ കയറാം. ടിക്കറ്റ് ഉള്ളവർക്ക് വേറൊരു വഴിയാണ്. ആൻഡ് ടർക്കിഷ് സിറ്റിസൺസിന് ഇതിലൂടെ കയറുകയും ചെയ്യാം. നല്ല ഭംഗിയുണ്ട് ഇവിടെ നിന്ന് കാണാൻ. പക്ഷേ 2018 ഇതൊരു വീണ്ടും പള്ളിയാക്കി, മ്യൂസിയം ഒരു പള്ളിയാക്കി മാറ്റിയതോട് കൂടിയിട്ട് അതിൻ്റെ ചാം നഷ്ടപ്പെട്ടതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഞാൻ വരുന്ന സമയത്ത്, ഞാൻ 2018 വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് ഒരു മ്യൂസിയം ആയിരുന്നു കേട്ടോ. ഇസ്താൻബുളിലെ മറ്റൊരു ലാൻഡ് മാർക്ക് 3500 വർഷങ്ങൾക്ക് മുമ്പ് ഈജിപ്തിൽ പണിതിട്ടുള്ളൊരു സംഭവമാണ് എൻ്റെ പിന്നിൽ കാണുന്നത്. എന്നാൽ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം റോമൻ ചക്രവർത്തിയായി ഇവിടെ കൊണ്ടുവന്നിട്ട് വച്ചിട്ടുള്ളതാണ് ഈ കാണുന്ന ഒബ്സലിക് എന്ന് പറയുന്നത്. ഇസ്താൻബുളിലെ എന്നല്ല, തുർക്കിയിലെ തന്നെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ലാൻഡ് മാർക്കാണ് എൻ്റെ പിന്നിൽ കാണുന്ന സുൽത്താൻ അഹമ്മദ് മോസ്ക് എന്ന് പറയുന്ന മോസ്ക്, അല്ലെങ്കിൽ ബ്ലൂ മോസ്ക് എന്ന് പറയുന്ന ഈ പള്ളി. 1600കളിലാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ 400 വർഷത്തിലധികം പഴക്കമുള്ളൊരു പള്ളിയാണ് ഈ കാണുന്നത്. ഇതെല്ലാം തന്നെ അടുത്തടുത്ത് കേട്ടോ. ഞാൻ പറഞ്ഞ ഹാഗിയ സോഫിയ, അതിനപ്പുറത്താണ് ടോപ്പ് കാപ്പി പാലസ് എന്ന പഴയ സുൽത്താൻ്റെ പാലസ്. അതിൻ്റെ അകത്തും ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. നമ്മൾ ഇസ്താൻബുൾ എന്ന് പറഞ്ഞ നഗരം ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോൾ 5 ദിവസം സ്പെൻഡ് ചെയ്തിട്ടാണ് കണ്ടത്. ഇതുപോലുള്ള ഓരോ പാലസും മോസ്കും കാര്യങ്ങളെല്ലാം അന്ന് വിശദമായിട്ട് കയറി ഇറങ്ങിയിരുന്നു. അപ്പോൾ നമുക്ക് ഒരുപാട് ദിവസവും കാര്യങ്ങളൊക്കെ വേണം ഇതെല്ലാം എക്സ്പ്ലോർ ചെയ്യണം. ഇവിടെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ വിസിറ്റേഴ്സ് എൻട്രി ഇല്ല. പ്രേ ചെയ്യാനുള്ളവർക്ക് മാത്രമുള്ള എൻട്രി ഉള്ളൂ. അവർക്കാണെങ്കിൽ പാൻസ് ഇടണം. ഞാൻ ഷോർട്ട്സ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഞാൻ അകത്ത് കയറാമെന്ന് കരുതി. അപ്പോൾ ഞാൻ എൻ്റെ ബാഗിൽ പാൻറ് ഉണ്ട്. ഞാൻ ബാഗിൽ പാൻറ് എടുത്തിട്ട് അകത്തൊന്ന് കയറി.
ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ സുൽത്താനായിരുന്ന ആളാണ്, സുൽത്താൻ അഹമ്മദ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഖബറിടം ടൂംബ് ആണിത്. അത് കാണാനും ആളുകൾ കയറുന്നുണ്ട്. ഞാൻ കയറുന്നില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ, നമ്മൾ പള്ളിയിലൊക്കെ കയറുന്ന പോലെ ചെരുപ്പ് കഴിച്ചിട്ട് വേണം കയറാൻ. സോ അദ്ദേഹത്തിൻ്റെ ടൂമ്പാണ്. അദ്ദേഹത്തിൻ്റെ പേരിലാണല്ലോ ആ പള്ളിയും, സുൽത്താൻ അഹമ്മദ് മോസ്ക് അല്ലെങ്കിൽ ബ്ലൂ മോസ്ക്. പിന്നെ അദ്ദേഹം മരിച്ചിട്ടുള്ള ഇവിടെ അടുത്തുള്ള ടോപ്പ് കാപ്പി പാലസിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ പോകുന്നത് ഗ്രാൻഡ് ബസാറിലേക്കാണ്. ഇസ്താൻബുൾ വന്നാൽ മസ്റ്റായിട്ട് വന്നിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഗ്രാൻഡ് ബസാർ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ റൂഫ് കവേർഡ് മാർക്കറ്റാണ് ഗ്രാൻഡ് ബസാർ എന്ന് പറയുന്നത്. 4000-ഓളം ബിസിനസ്സുകാർ, കടകൾ ഇതിനകത്തുണ്ട്. ഇസ്താൻബുളിൻ്റെ കൾച്ചർ ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരുപാട് അറിയാൻ പറ്റും. കാരണം അവരുടെ ഉൽപ്പന്നങ്ങളായിട്ടുള്ള ഈ കാർപ്പറ്റ്, അതുകൂടാണ്ട് സെറാമിക് ഉൽപ്പന്നങ്ങൾ, പിന്നെ ഗോൾഡ്, സിൽവർ, പിന്നെ അവരുടെ സ്വീറ്റ്സ്, അവരുടെ കുസീൻസ് കാര്യങ്ങളൊക്കെ, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ കേട്ടോ. ലോക്കൽസും ഒരുപാട് ഇതിൻ്റെ അകത്ത് വരാറുണ്ട്. പക്ഷേ എന്നാൽ ഒന്നിൻ്റെയും പ്രൈസും കാര്യങ്ങളൊന്നും അധികം ഡിസ്പ്ലേ അല്ല. കാരണം അവരുടെ അതിൻ്റെ റീസൺ തന്നെ ടൂറിസ്റ്റ് വരുന്ന സമയത്ത് ടൂറിസ്റ്റുകൾക്ക് വേറെ പ്രൈസ് പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പണ്ട് കാലത്തൊക്കെ ഉള്ള വാട്ടർ ഫൗണ്ടെയിനാണ്. ഇന്നിപ്പം പുതിയ രീതിയിൽ ഒന്ന് മാറ്റിയിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. ബട്ട് ഫൗണ്ടെയിൻ കാണാം, ഞാൻ നേരത്തെ പറഞ്ഞ ഫൗണ്ടെയിൻസൊക്കെ. ആൻഡ് അതിൻ്റെ റൂഫൊക്കെ നോക്കും നിങ്ങൾ, പെയിൻ്റൊക്കെ ചെയ്ത് നല്ല രസമുണ്ട്. ഒരു ദിവസം ഏകദേശം 2.5 ലക്ഷം മുതൽ 4 ലക്ഷം വരെ ആളുകൾ, വിസിറ്റേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഞാനിതാ പുറത്തോട്ട് നടക്കുന്നു. ഞാൻ കൂടുതൽ നേരം സ്പെൻഡ് ചെയ്യുന്നില്ല. ആൻഡ് അപ്പോൾ ഇതൊക്കെയാണ് ഈ രാത്രിയുള്ള കാഴ്ചകൾ. ഈ ഒരു ട്രാമിൽ കയറാൻ ടൂറിസ്റ്റുകളുടെ ബഹളാട്ടോ. പഴയകാല ട്രാമാണ്. ടക്സിമിലാണിത്. ഞാൻ നടന്ന് ഇസ്തിക്ലാൽ അവന്യൂ അല്ലെങ്കിൽ സെഡീസി അല്ലെങ്കിൽ സ്ട്രീറ്റിൻ്റെ ഒരറ്റത്തെത്തിയിരിക്കുകയാണ്. മറ്റേ അറ്റം ഞാൻ നേരത്തെ പറഞ്ഞു ഗലാത്ത ചവറാണ്. ഈ അറ്റമാണ് ടക്സിം സ്ക്വയർ എന്ന് പറയുന്നത്. ടക്സിം സ്ക്വയറിലെ നമ്മളിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു അറ്റം മുതൽ ഇതിലൂടെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഡോണർ കടകളാട്ടോ. നല്ല തിരക്ക്, എല്ലാം തിരക്കാണ്, ഒന്നിനൊന്ന് തിരക്കാണ്. വലിയ ചങ്ക് ഓഫ് മീറ്റ് വെച്ചിട്ട് ഇങ്ങനെ അറുത്തറുത്തറുത്ത് വിടും. ഈ കടയിൽ കിസി ഖൈലാർ എന്ന് പറഞ്ഞ കടയിലാണ് വെറ്റ് ബർഗർ. ഇവിടെ മാത്രം കിട്ടുന്നൊരു ഐറ്റമാണ് വെറ്റ് ബർഗർ. കുഞ്ഞു ബർഗറാണ്. എൻ്റെ വയർ ഫുള്ളാട്ടോ, അല്ലെങ്കിൽ ഞാൻ അതും കഴിച്ചേനെ. എനിക്കൊന്നിനുള്ള സ്പേസ് ഇല്ല. അപ്പോൾ ഞാൻ എൻ്റെ യാത്ര ഇവിടെ തീരുകയാണ്. അല്ലെങ്കിൽ ബ്ലോഗ് ഇവിടെ തീർക്കുകയാണ് തൽക്കാലം. ഞാൻ ഈ തിരിച്ചു പോകണം. അപ്പം ഇതോടുകൂടിയിട്ട് ടർക്കിയുടെ, ഇസ്താൻബുളിൻ്റെ കാഴ്ചകൾ ഇവിടെ അവസാനിപ്പിക്കാം. പെട്ടെന്ന് കാണിച്ച കുറച്ച് കാഴ്ചകൾ മാത്രമേ ഉള്ളൂ ഇസ്താൻബുളിൽ. അങ്ങനെ കുറേ ഇൻ ഡീറ്റെയിൽ ആയിട്ട് കറങ്ങാനുള്ള സമയമൊന്നുമില്ല. ഒരു ദിവസത്തെ ബ്രേക്ക് മാത്രമാണ് എടുത്ത് മുന്നേ വന്നുള്ള സ്ഥലമായത് കാരണം പെട്ടെന്ന് എല്ലാ കാഴ്ചകളിലേക്ക് എത്തിപ്പെട്ടതാണ്. നിങ്ങൾ ഇതുവരെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റണമെന്നില്ല. കാരണം നിങ്ങൾക്ക് ഓരോ കാഴ്ചകളും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലോർ ചെയ്യേണ്ടി വരും. ഞാൻ അങ്ങനെ ചെയ്തില്ല, കാരണം കഴിഞ്ഞ തവണ ഇതെല്ലാം ചെയ്താണ്. അപ്പം നമുക്ക് ഇത്തവണത്തെ ബ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കാം. അപ്പോൾ ഇസ്താൻബുളിലെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഞാൻ നേരത്തെ കഴിഞ്ഞ ദിവസം വന്ന ഹവാത്താഷ് എന്ന് പറഞ്ഞ ബസ്, കമ്പനിയുടെ ബസ് തന്നെയാണ് എടുക്കുന്നത്. അതെടുത്ത് നേരെ ഞാൻ എയർപോർട്ടിലേക്ക് പോകും. ഓക്കെ, ശരി, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് വരാം. ഓക്കെ.